അസ്സലാമലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് നിങ്ങളുടെ ജോലി, ബിസിനസ്, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം, നമ്മുടെ സാമ്പത്തികം, ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ സമാധാനക്കുറവ്, സന്തോഷമില്ലായ്മ, ദാരിദ്ര്യം, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതിന് എല്ലാത്തിനും പരിഹാര മാർഗമായ ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഇത് കറക്റ്റായിട്ടും വളരെ കൃത്യമായിട്ടും നിങ്ങളത് പതിവാക്കി ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ മാറിക്കിട്ടും. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ദിവസവും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി 11 തവണ ഓതുക. ആയത്തുൽ കുർസി അറിയാത്തതായിട്ട് ഒരു മുസ്ലിമും തന്നെ കാണില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ ഇവിടെ കൊടുക്കാത്തത്. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതിനുശേഷം പിന്നെ മഗ്‌രിബ് നിസ്കാര ശേഷം സൂറത്തുൽ വാഖിഅ ഒരു തവണ ഓതുക. നമ്മുടെ ദാരിദ്ര്യത്തിനെ തുടച്ചു നീക്കാൻ കഴിയുന്ന, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുന്ന സൂറത്തുൽ വാഖിഅ, നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ തന്നെ അതിമഹത്തായ സൂറത്തുൽ വാഖിഅ എല്ലാ മഗ്‌രിബിനും ഒരു തവണ ഓതുക. അതിനുശേഷം സൂറത്തുൽ വാഖിഅ ഓതി കഴിഞ്ഞതിനു ശേഷം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്ർ 101 തവണ ചൊല്ലുക. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ് എന്ന ഈ ദിക്ർ 101 തവണ പതിവായി ഓതുക. ഇത് ജീവിതത്തിൽ പതിവാക്കി വരുന്നവരുടെ സകല പ്രശ്നങ്ങളും തകർന്നടിയും. അതുപോലെ തന്നെ സമാധാനം, സന്തോഷവും നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇത് വെറുതെ പറയുന്നതല്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും കൃത്യമായിട്ട് തന്നെ നമ്മൾ പാലിച്ചാൽ ജീവിതത്തിൽ മനസ്സുരുകി ദുആ ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇൻഷാ അല്ലാഹ് കിട്ടുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമ്മുടെ ദുആ എല്ലാം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെ ദുആയും അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലൂടെ കിട്ടുന്ന സ്വതക്ക നിങ്ങൾ പാഴാക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കയറി കാണണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ്, വീഡിയോകളുടെ തമ്മിലാണ്. തീർച്ചയായിട്ടും ചാനൽ കയറി കാണുക. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ദിക്റുകളും ദുആകളും സ്വലാത്തുകളും ഒക്കെ പഠിക്കുക. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.